ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ രസമാണ്. തേങ്ങാപ്പാൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇത് ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള രസം കൂടിയാണ്. ആദ്യം രസത്തിന് വേണ്ടിയുള്ള രസപ്പൊടി തയ്യാറാക്കി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, കൂടെ 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് കുതിർത്ത് പിഴിഞ്ഞ് പുളിവെള്ളം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ കടുകും ഉഴുന്നും കൂടി ചേർത്ത് അതിലേക്ക് 1 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ലപോലെ സോഫ്റ്റായി വരണം. പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ ഉപ്പ് കുറച്ച് ചേർത്ത് ഇളക്കാം. തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വേണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി നല്ലപോലെ സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രസപ്പൊടി തയ്യാറാക്കി വെച്ചത് കംപ്ലീറ്റായി ചേർത്ത് കൊടുക്കണം. രസപ്പൊടി ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നവരെ. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനുശേഷം 1 ഗ്ലാസ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ തക്കാളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരണം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ച മല്ലിയില ചേർക്കണം. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് രസത്തിന് കിട്ടുക കേട്ടോ. ലാസ്റ്റ് നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചൂടിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോക്കനട്ട് മിൽക്ക് രസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ രസം ട്രൈ ചെയ്ത് നോക്കൂ. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്